ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് മട്ടാഞ്ചേരി യൂതത്തെരുവിലാണ്. അപ്പോൾ യൂതത്തെരുവ് വന്നപ്പോൾ നമുക്ക് യൂത പള്ളിയും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ അകത്ത് കയറി യൂതപ്പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ചരിത്രപരമായ കാര്യങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, അപ്പോൾ 540 വർഷം പഴക്കമുള്ള മട്ടാഞ്ചേരിയിലെ കൊച്ചിയിലെ യൂതപ്പള്ളിയാണ് കേട്ടോ ഇത്. യൂതപ്പള്ളിയുടെ പേര് ഇപ്പോൾ കൊച്ചിൻ പരദേശി സിനഗോഗ് എന്നാണ്. അപ്പോൾ 540 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലത്ത് പരദേശിയായി നമ്മുടെ കൊച്ചിയിലൊക്കെ വന്ന ജൂതന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പണിത പള്ളിയാണിത്. അപ്പോൾ ജൂതന്മാരുടെ പള്ളി അറിയപ്പെടുന്നത് സിനഗോഗ് എന്നാണ്. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഈ സിനഗോഗ് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പുരാവസ്തു സംരക്ഷണത്തിൽപ്പെടുത്തി നമുക്ക് കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഫീസൊക്കെ കൊടുത്ത് നമുക്ക് അതിനകത്ത് കയറി ജൂതന്മാരുടെ പള്ളിയിലെ എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് കാണാം. വളരെ മനോഹരമായ പുരാതനമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് കൊച്ചിയിലെ യൂതത്തെരുവ്. അതായത് മട്ടാഞ്ചേരി ചെല്ലുന്ന കഴിയുമ്പോൾ ഉള്ള ഒരു തെരുവാണ് യൂതത്തെരുവ്. ഇരുവശങ്ങളിലും നല്ല അടിപൊളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഡ്രസ്സ്, കരകൗശല വസ്തുക്കൾ തുടങ്ങി നല്ല അടിപൊളി മനോഹരമായ ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ മേടിക്കാം. അപ്പം പോണ പള്ളിയുടെ ഇരുവശത്തും നല്ല അടിപൊളി കടകളാണ്. പ്രത്യേകമായി ടൈൽസൊക്കെ പാകിയ വഴിയിലൂടെയാണ് നമ്മൾ യൂതപ്പള്ളിയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ കാഴ്ചക്കാരായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് വാഹനം പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് നമുക്ക് നടന്നു വേണം ഈ പരദേശി സിനഗോഗിലോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് പുറത്ത് ടിക്കറ്റൊക്കെ എടുത്ത് വേണം നമ്മളകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഗ്ലാസ് ലൈറ്റുകളെല്ലാം ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസ് ലൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ ചിലതിനകത്ത് തിരി കത്തിച്ച് ലൈറ്റ് പ്രകാശിക്കും, ചിലതിനകത്ത് ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബെൽജിയം ഗ്ലാസ് ലൈറ്റുകളാണ്. കൂട്ടുകാരെ, അപ്പോൾ ഈ സിനഗോഗിൽ പിന്തുടരുന്ന പാരമ്പര്യം അല്ലെങ്കിൽ ഘടന എന്ന് പറഞ്ഞ സഫാർഡിക് പാരമ്പര്യങ്ങളാണ്. മാത്രം അത് ജെറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദർശനം എപ്പോഴും ജെറുസലേമിലേക്ക് അഭിമുഖീകരിച്ചിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല, പ്രാർത്ഥനാ ഹാളിലേക്ക് കടക്കുമ്പോൾ പ്രവേശന കവാടത്തിലെ 2 പിച്ചള തൂണുകൾ സോളമൻ്റെ ദേവാലയത്തിലെ തൂണുകളുടെ പ്രതീകമാണ് കേട്ടോ. മാത്രമല്ല, നമ്മൾ ഈ കാണുന്നത് നടുവിലായി കാണുന്ന പ്രസംഗപീഠം, ഇത് ഭീമ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം പ്രാർത്ഥനയ്ക്ക് വരുന്ന ഇവരുടെ ലീഡറിനെ ഹസ്സാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹസ്സനാണ് പ്രാർത്ഥനകളൊക്കെ നടത്തുക. സായാഹ്ന പ്രാർത്ഥനകൾ ഉണ്ട്, പിന്നെ രാവിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രസംഗപീഠം, ഭീമ എന്നറിയപ്പെടുന്ന ഈ പ്രസംഗപീഠം. അപ്പോൾ ഈ ജൂതപ്പള്ളി നിർമ്മിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാമുവൽ കാസ്റ്റിയൽ, ഡേവിഡ് ബെലീല, ജോസഫ് ലെവി എന്നിവർ ചേർന്നാണ് കേട്ടോ ഈ കൊച്ചിയിലെ പരദേശി ജൂത സിനഗോഗ് നിർമ്മിച്ചത്. അപ്പോൾ കൊച്ചി രാജാവായ രാമവർമ്മ രാജാവാണ് ഇതിന് സ്ഥലമൊക്കെ കൊടുത്ത് ഇത് പണിയാനായിട്ട് അന്നത്തെ കാലത്ത് അനുവാദമൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ ടൈലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1100 ടൈലുകളാണ് ഈ യൂതപ്പള്ളിയിലുള്ളത്. അപ്പോൾ ഇത് ഐവറി ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളയും നീലയും നിറഞ്ഞ ഡിസൈനുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൈയും കൊണ്ട് വരച്ചതാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കാണുമ്പം എല്ലാം ഒരേപോലെയാണ്, പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഓരോ ടൈലിനും അതിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് കേട്ടോ ഇത്. ഈ പാറ്റേൺ വില്ലോ പാറ്റേൺ എന്നാണ് പറയുന്നത്. അതുപോലെ ചൈനീസ് പോർസലൈൻ ടൈലുകളാണ് കേട്ടോ ഇത്. ഇവ 1763 ജൂത വ്യവസായി എസക്കിയേൽ റഹാബി കാൻറ്റൺ നഗരത്തിൽ നിന്ന്
ഇറക്കുമതി ചെയ്തതാണ് ഈ ടൈൽ. മാത്രമല്ല ഈ മുകളിൽ കാണുന്ന ഗാലറിയിലാണ് യഹൂദ സ്ത്രീകൾ ആരാധനയ്ക്കായി ഒത്തുകൂടിയിരുന്നത്. അപ്പോൾ താഴെ പുരുഷന്മാർ ആരാധനയ്ക്ക് വരുമ്പോൾ സ്ത്രീകൾ മുകളിൽ ഗാലറിയിലാണ് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അതിൻ്റെ സീലിംഗ് ഒക്കെ കണ്ടാൽ അറിയാം, വളരെ മനോഹരമായ സീലിംഗ് ആണ്. ഇത്രയും വർഷമായിട്ടും കേടുകൂടാതെ അത് സംരക്ഷിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ സിനഗോഗിൽ വന്നാൽ. കൂട്ടുകാരെ, അപ്പോൾ ഈ ടൂറിസ്റ്റ് ഗൈഡ് ഇങ്ങനെ കുറേ കൂട്ടമായി ഒരുമിച്ച് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. മുമ്പ് പറഞ്ഞ പോലെ ടൈൽസ്, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഗാലറി, പിന്നെ പ്രസംഗപീഠം, ആർക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഗൈഡ് വിശദീകരിച്ച് കൊടുക്കുകയാണ് ടൂറിസ്റ്റുകൾക്കെല്ലാം. And you can see these chandeliers around. These are from Belgium, except this. This is from Morocco, Italy. This they call it Bema. Bema is a Hebrew word for puppet. So the priest's name is Rabbi. Rabbi goes inside this and he reads the Holy Book of the Jews, called Torah. The Holy Book of Torah we get inside. Inside the screen there is a cupboard and it is written in scrolls. It's written in sheets. The scrolls were put into the circular round boxes. They got 5 boxes and each box is wooden boxes decorated with gold crowns. Each gold crown weighs more than 5 kilos. But only one is gold. Rest of them in the bank for the security. And the architecture difference between the synagogues here in Kerala and in the rest of the world. You can see 2 bemas here. One bema here and one bema from the top. The rabbi, the priest goes in here and reads the Holy Book, the Torah. Also he does over there. In other countries and in other states you don't see the second bema. There's no commentary here. Closed for Jewish objects as well as for Christian holidays. കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് ആർക്ക് അല്ലെങ്കിൽ പെട്ടകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതിന് യഹാലിൽ നിന്നും കൂടി പറയും. അപ്പോൾ ഈ യലാഹിൽ അല്ലെങ്കിൽ ഈ പെട്ടകത്തിനകത്താണ് തോറ ചുരുളുകൾ വയ്ക്കുന്നത്. അതായത് പുരാതന പഴയ നിയമം എഴുതിയ തോറ ചുരുളുകൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ വയ്ക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഇതെടുത്ത് കാണിക്കുമായിരുന്നു ഇവിടെ റബി ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പം റബി ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല.
കൂട്ടുകാരെ, അപ്പോൾ ഈ സിനഗോഗിൻ്റെ 450-ാം വാർഷികം 2018 ഡിസംബറിലാണ് ആഘോഷിച്ചത്. അപ്പോൾ 2 ആഴ്ചത്തെ ആഘോഷമുണ്ടായിരുന്നു. അന്ന് ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഓസ്ട്രേലിയ, ഹോളണ്ട് എന്നിവരിൽ നിന്ന് സമൂഹത്തിലെ 150-ലധികം അംഗങ്ങൾ ജൂട്ടൗണിൻ്റെ തെരുവുകളിൽ സജീവമായി കൊച്ചിയിൽ ഒത്തുകൂടി. 3 തലമുറയിലെ കുടുംബങ്ങൾക്ക് അവർ കേട്ടതും വായിച്ചതും കാണാൻ അനുഭവിക്കാനും അതൊരു സാക്ഷാത്കരിക്കപ്പെട്ട സ്വപ്നമായിരുന്നു. സിനഗോഗിൽ ദൂരദേശങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഒപ്പം പ്രാർത്ഥനകളും പാട്ടുകളും ചിരിയും ഭിത്തിയിലൊക്കെ കൂടി പ്രതിനിധിച്ചു. അപ്പോൾ അതിൽ നിന്ന് വന്ന ആളുകളുടെ ഫോട്ടോയാണിത്. 150-ലധികം ആളുകളാണ് അന്ന് വന്നിരുന്നത് ഈ ആഘോഷത്തിനായിട്ട്, 450-ാം ആഘോഷത്തിനായിട്ട്. അപ്പോൾ നമ്മുടെ യൂതപ്പള്ളി യൂതത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെയൊക്കെ ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടെന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത വീഡിയോ കാണുന്നത് താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.